ഇങ്ങനെ ഒരു മരത്തലയൻ ഇനി ഞാൻ ലൂസിയെ നശിപ്പിക്കാൻ ഒരു വഴിയേയുള്ളൂ. ആരും അറിയാതെ അവൾക്ക് സൈനൈഡ് കൊടുക്കണം. അതല്ലേ നമ്മൾ ഇന്നലെ ബിരിയാണിയുടെ കൂടെ തിന്നത്? അത് സലാഡ്, ഇത് സൈനൈഡ്. ഇനി അതെടുത്ത് സലാഡെന്നും പറഞ്ഞ് തിന്നേക്കല്ലേ. കൊള്ളാം. സൈനൈഡ് കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്ന ഇവൾക്ക് ആരോ അറിഞ്ഞിട്ട പേരാണ് ജോളി ദേവി എന്ന്. ഭർത്താവിന്റെ സ്ഥാനത്തായി പോയി, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അതെ, ഭർത്താവിന്റെ സ്ഥാനം മാത്രം, വേറെ ഒന്നും. ഈ കായലോരം തറവാട് കിടക്കുന്ന കോലം കണ്ടില്ലേ? എടി ലൂസി, എടി ലൂസി. എന്താ അമ്മ വിളിച്ചത്? നിനക്ക് എന്താടി ഇവിടെ ഇത്ര മല മറിക്കുന്ന പണി? ഈ തറയൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചൂടെ നിനക്ക്? ഞാൻ ഈ പറയുന്നത് കേൾക്കാതെ നീ എങ്ങോട്ടാടി പോകുന്നത്? അടുക്കളക്കാരിയായി പോയില്ലേ കൊച്ചുമ്മേ? കുറച്ച് കടുക് പൊട്ടിക്കാൻ ഇറങ്ങിയതാ. കോതമംഗലത്ത് പുഷ്കരനാണ് സാർ. നമസ്കാരം സാർ. 3 മാസം മുമ്പ് എനിക്ക് അപ്പന്റെ 3 മാസം മുമ്പ് എനിക്ക് അപ്പൻഡിറ്റിസിന്റെ ഓപ്പറേഷൻ നടന്നിരുന്നു. ഇപ്പോൾ എനിക്ക് അടിവയറിന്റെ വലത് ഭാഗത്തായി എന്തോ പാമ്പ് ചുറ്റിക്കിടക്കുന്നത് പോലെ ഒരു ഫീലിംഗ്സ് ആണ് സാർ. സാർ അത് മാത്രമല്ല സാർ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വല്ലാത്തൊരു വേദനയും അനുഭവപ്പെടുന്നുണ്ട് സാർ. ഇത് എന്ത് തരം അസുഖമാണ് സാർ? ഞാൻ പെട്ടെന്ന് ചത്തുപോകുമോ? ഹോസ്പിറ്റലാണ് ഓപ്പറേഷൻ നടത്തിയത് റെഡാപ്സ് ഹോസ്പിറ്റലായിരുന്നു സാർ. പേര് കേട്ടോ, ചങ്ങനാശ്ശേരി ഹോസ്പിറ്റൽ, നല്ല ഹോസ്പിറ്റലാണ്. ഡോക്ടർ സുധാകരൻ സാറായിരുന്നു ഓപ്പറേഷൻ നടത്തിയിരുന്നത്. സുധാകരൻ, ഓക്കെ. അപ്പോ ഇടയ്ക്ക് ഡോക്ടർ സുധാകരൻ സാർ. ഓക്കെ, എന്റെ ഫ്രണ്ടാണ്. ഒന്ന് കട്ട് ചെയ്തേ, ഒന്ന് കട്ട്. സുധാകര, ഞാനാണ്. നീ നിന്റെ അളിയൻ അമേരിക്കൻ ഒരു ടെലസ്കോപ്പില്ലേ, അത് കാണാനില്ലെന്ന് പറഞ്ഞു. ഞാൻ കണ്ടെത്തി. ആ അഡ്രസ് ഒന്ന് പറ. പുള്ളിയുടെ അഡ്രസ് ഒന്ന് പറ. പുഷ്കരൻ പി എ, വെള്ളിയാണി ഹൗസ്, ബിയർ പാർലറിന് സമീപം, കോതമംഗലം. ഓക്കെ. ആ പുള്ളിയുടെ വയറ്റിലുണ്ട്. നീ ഓപ്പറേഷൻ ചെയ്തല്ലേ? നിന്റെ അപ്പൂപ്പനുണ്ടല്ലോ, എന്നെ പുറത്തെല്ലാ സ്ഥലത്തും കൊണ്ടുപോകും മക്കള്. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ നനയുന്നത്. ഒരു ദിവസം മഴ നനഞ്ഞപ്പം ഞാൻ അപ്പൂപ്പനെ എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് ഞാൻ ഇങ്ങനെ വരമ്പ് വയലൊക്കെ നിറഞ്ഞു കിടക്കും കേട്ടാ. ഇങ്ങനെ വെള്ളം കിടക്കുന്ന വരമ്പിലൂടെ നടന്നു പോകുമ്പോ അപ്പൂപ്പ ഇങ്ങനെ വന്നിട്ട് തോട്ടിന്ന് വെള്ളം കോരി എന്റെ മുഖത്തോട്ട് ചുമ്മാരിയണ്ട ഇങ്ങനെ കാടിച്ചോണ്ട് ഇന്നിപ്പോ അക്കരെ എന്ന് ഒരുത്തം വിളിച്ചു പറയാണ്. എന്തോന്ന് നാണം ഉണ്ടാടാ നാറി, മഴയത്താണ് ആ പോത്തിനെ കുളിപ്പിക്കുന്നത്. ഞാൻ എത്ര വട്ടം നിങ്ങളുടെ ഫോണിൽ വിളിച്ചു, നിങ്ങൾ എന്താ ഫോൺ എടുക്കാണ്ടിരുന്നത്? അത് പിന്നെ ചേട്ടൻ കൂടെ ഉള്ളപ്പോ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റും. ഞാൻ തിരിച്ചു വിളിച്ചിട്ട് മാഷ് ഫോൺ എടുത്തില്ല. ഞാൻ ഫോൺ നോക്കില്ല, ഉച്ചന് അയച്ചിട്ടുണ്ട് വാട്സപ്പ്. അയ്യാ, അതല്ല നിങ്ങളോട് ശൃംഗരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മോൻ മനോഹരൻ ഈ സ്കൂൾ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അറിയാമോ? അതിനുവേണ്ടി ഒരു മീറ്റിംഗിനെ വിളിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് മീറ്റിംഗിന് വന്നില്ല? അങ്ങനെയാണെങ്കിൽ അവൻ കുടുംബത്തിൽ കിടന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണ്ടേ? ഞാൻ മാഷിനെ വല്ല മീറ്റിംഗിന് വിളിക്കലുണ്ടാ? ഇതൊക്കെ പിള്ളേരാവുമ്പോ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെ ഒരു തഞ്ചത്തിലും മയത്തിലും പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയാണ് മാഷന്മാര്. എന്നാ പോട്ടെ, കഴിഞ്ഞ മാസം ഒരു ഡിഒ കാണാൻ വേണ്ടി വന്ന് നിങ്ങളുടെ കൊച്ചു വന്നില്ല. മാഷിന്റെ കൂട്ടുകാർ കാണാൻ വേണ്ടി എന്റെ മകൻ എന്തിനാണ് സ്കൂളിലോട്ട് വന്നത്? ഡിഒ എന്റെ കൂട്ടുകാരനാ. പിന്നെ മാമൻ വല്ലാണ്. ഇത് ഏതാണ് ഇങ്ങോട്ട് കയറി